ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സർക്കിട്ട് മുടക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയതായാണ് സൂചന. ഈ സാമ്പത്തിക വർഷം ഗവർണറുടെ യാത്രാ ചെലവ് ഇതുവരെ 1.18 കോടി രൂപ ആയ സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇടപെടലത്രേ. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും കേന്ദ്രത്തിന്റെ സാമ്പത്തിക നയങ്ങൾ കാരണം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ലെന്നുമുള്ള വാദം ഉന്നയിച്ചാണ് സംസ്ഥാന സർക്കാർ ഗവർണറുടെ വയറ്റത്തടിച്ചത്. ഇനി 34 ലക്ഷം രൂപ യാത്രാ ചെലവിൽ സംസ്ഥാന സർക്കാർ ഗവർണർക്ക് നൽകാനുണ്ട്. ഒഡേപക് എന്ന സർക്കാർ ഏജൻസി വഴിയാണ് സംസ്ഥാന സർക്കാർ വിമാന ടിക്കറ്റ് എടുക്കുന്നത്. അവർക്ക് പണം നൽകുന്നത് രാജ്ഭവനാണ്. പണം നൽകാനായി രാജ്ഭവൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി പൊതുഭരണ വകുപ്പിന് കത്ത് നൽകുന്നുണ്ടെങ്കിലും സർക്കാർ അനങ്ങിയില്ല. ഈ കത്ത് ധനകാര്യ വകുപ്പിൽ കെട്ടിക്കിടപ്പാണ്. ധനകാര്യ മന്ത്രി ഉൾപ്പെടെയുള്ളവർ കത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നുമില്ല. പൊതുഭരണ വകുപ്പ് ഈ കത്ത് ധനകാര്യ വകുപ്പിന് കൈമാറിയത്. സാധാരണഗതിയിൽ പൊതുഭരണ വകുപ്പാണ് തുക അനുവദിക്കുന്നത്. രാജ്ഭവൻ ബഹളമുണ്ടാക്കിയതോടെ 6 ലക്ഷം രൂപ സർക്കാർ കഴിഞ്ഞ ദിവസം അനുവദിച്ചിരുന്നു. കഴിഞ്ഞ 2.5 വർഷത്തിനിടയിൽ സിംഹഭാഗവും ഗവർണർ കേരളത്തിന് പുറത്തായിരുന്നു എന്ന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു. 1095 ദിവസങ്ങളിൽ 328 ദിവസവും കേരളത്തിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പൊതുഭരണ വകുപ്പ് പറയുന്നത്. ഗവർണർ കേരളത്തിൽ ഇല്ലാത്തത് കാരണം അദ്ദേഹത്തിന് ഫയലുകളിൽ ഒപ്പുവയ്ക്കാൻ സമയം ലഭിക്കുന്നില്ല. കേരളത്തിൽ ഉണ്ടെങ്കിൽ സർക്കാരിനെതിരെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനാണ് ഗവർണർക്ക് താല്പര്യം. സർക്കാരും ഗവർണറും തമ്മിലുള്ള പോര് പുതിയ തലത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്. സർക്കാർ നടത്തുന്നത് ധൂർത്താണെന്ന് ഗവർണർ നിരന്തരം പറയുമ്പോൾ ഗവർണറുടെ ധൂർത്തിനെ കുറിച്ച് സർക്കാരും വാചാലമാകുന്നുണ്ട്. ബജറ്റ് വിഹിതവും കടന്നാണ് രാജ്ഭവന്റെ ചെലവ് എന്നാണ് ധനവകുപ്പ് പറയുന്നത്. രാജ്ഭവന്റെ ചെലവുകൾക്കായി സർക്കാർ 12.52 കോടി രൂപ നടപ്പ് വർഷം ബജറ്റ് വിഹിതമായി മാറ്റിവെച്ചിട്ടുണ്ട്. അതിന് പുറമെ 2.19 കോടി രൂപ അധികമായി ഇതുവരെ അനുവദിച്ചിട്ടുമുണ്ട്. ഇതിൽ യാത്രയ്ക്ക് മാത്രമായി 84 ലക്ഷം രൂപ അധികം നൽകി. അതിഥി സൽക്കാരത്തിന് 20 ലക്ഷം രൂപ വേറെയും കൊടുത്തതായി സർക്കാർ പറയുന്നു. എന്നാൽ യാത്രാ ചെലവിന് നൽകുന്ന പണം കുറവാണെന്നാണ് രാജ്ഭവന്റെ വാദം. ടൂർ ടിക്കറ്റ് ഇനത്തിൽ ഒഡേപക്കിന് 34 ലക്ഷം രൂപ നൽകാനുണ്ടെന്ന് ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ ദേവേന്ദ്ര കുമാർ ദൊദാവത് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട്. 2024 ജനുവരി 31 വരെയുള്ള യാത്രാ കുടിശ്ശികയാണ് ഈ തുക. ധനകാര്യ വകുപ്പ് ഈ ബില്ലിൽ അന്നു മുതൽ അടയിരിക്കുകയാണ്. ഒടുവിൽ ധനമന്ത്രി KN ബാലഗോപാൽ ഇടപെട്ട് 6 ലക്ഷം രൂപ അനുവദിച്ചു. ഇനി 1 രൂപയും നൽകാൻ കഴിയില്ലെന്ന് ധനമന്ത്രി രാജ്ഭവനെ അറിയിക്കുകയും ചെയ്തു. P സദാശിവം കേരള ഗവർണറായിരുന്ന 5 വർഷത്തെ ചെലവ് 31.5 കോടി രൂപയായിരുന്നു. ഗവർണറായി 4 കൊല്ലം പൂർത്തിയാക്കിയപ്പോൾ 45 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി പറയുന്നു. ഇത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്നാണ് ധനമന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും തീരുമാനം. പണം നൽകാതെ രാജ്ഭവന്റെ പ്രവർത്തനം തകർക്കാനുള്ള ഗൂഢശ്രമമാണ് നടക്കുന്നതെന്ന് ഗവർണറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഇത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ തങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുമെന്നാണ് രാജ്ഭവനും പറയുന്നത്. രാജ്ഭവനിൽ നിന്നും സർക്കാരിലേക്ക് ലഭിക്കുന്ന കത്തുകൾ കോൾഡ് സ്റ്റോറേജിലേക്ക് മാറ്റുന്നതായി ആക്ഷേപമുണ്ട്. കത്തുകളിന്മേൽ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. എന്നാൽ പണമില്ലാത്ത ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് ഗവർണർക്ക് വേണ്ടി പണം ദൂർത്തടിക്കാൻ കഴിയുക എന്ന ചോദ്യമാണ് സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്നത്. മന്ത്രി KN ബാലഗോപാൽ പരസ്യമായി ഇക്കാര്യം സമ്മതിച്ചിട്ടില്ലെങ്കിലും വരും ദിവസങ്ങളിൽ അദ്ദേഹം പണം നൽകേണ്ടതില്ലെന്ന് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ സംഭവിച്ചാൽ തിരുവനന്തപുരം രാജ്ഭവന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു സാഹചര്യം വന്നു ചേരും. പണ്ട് AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഇത്തരത്തിൽ ടിക്കറ്റിന് പണമില്ലാത്ത ഒരു സാഹചര്യം വന്നു ചേർന്നിരുന്നു. EK നായനാർ മന്ത്രിസഭയുടെ കെടുകാര്യസ്ഥത കാരണമാണ് ഇത്തരം ഒരു സാഹചര്യം വന്നു ചേർന്നത്. ശിവദാസ മേനോനായിരുന്നു അന്ന് ധനമന്ത്രി. ഇപ്പോഴത്തെ കിഫ്ബി വിവാദ നായകൻ KM എബ്രഹാം ആണ് ധനവകുപ്പ് ഭരിച്ചിരുന്നത്. ആന്റണി സർക്കാർ കുറെ വെള്ളം കുടിച്ചു. നായനാർക്ക് ഈ സാഹചര്യത്തിൽ ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയായിരുന്നു അന്ന് നായനാരുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അന്ന് പണമില്ല എന്നത് യാഥാർത്ഥ്യമായിരുന്നു. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഗവർണറുടെ കഞ്ഞിയിൽ പാറ്റയിടാനാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒഡേപെക് ഒരു സർക്കാർ സ്ഥാപനമാണ്. സർക്കാർ പറയുന്നത് അവർ അനുസരിക്കും. ഗവർണർക്ക് ടിക്കറ്റ് നൽകേണ്ടതില്ലെന്ന്
നിർദ്ദേശം കിട്ടിയാൽ അവർ അനുസരിക്കും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഗവർണർക്ക് ടിക്കറ്റ് നൽകേണ്ടതില്ലെന്ന് സർക്കാർ ഒഡേപെക്കിന് നിർദ്ദേശം നൽകും. അതോടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഗവർണർക്ക് യാത്ര ചെയ്യേണ്ടി വരും. അദ്ദേഹം അതിന് തയ്യാറാവുമെന്ന് തോന്നുന്നില്ല. ഗവർണറുടെ യഥാർത്ഥ സ്വഭാവം തുറന്നു കാണിക്കുക എന്ന ലക്ഷ്യം കൂടി സർക്കാരിനുണ്ട്. അതാണ് സർക്കാർ വഴങ്ങാത്തതിന് പിന്നിലുള്ള കാരണം. നന്ദി.